നമസ്കാരം. ഷിബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 10ാം ക്ലാസ്സിന്റെ പാഠങ്ങൾ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. കേരള പാഠാവലിയിലെ 5 യൂണിറ്റും എല്ലാ ലെസൺസും പഠിച്ചു കഴിഞ്ഞു. നന്നായിട്ട് പാഠഭാഗങ്ങളുടെ ആശയം അറിയാം, ഇൻട്രൊഡക്ഷൻസ് അറിയാം, എഴുതാൻ അറിയാം, കഥാപാത്രങ്ങൾ ആരാണെന്നറിയാം, ആരൊക്കെയാണ് എഴുതിയത്, ഏതൊക്കെ സാഹിത്യ വിഭാഗങ്ങളിൽ പെടുന്നു, ഇതെങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ 4ാം തീയതി ആദ്യത്തെ പരീക്ഷ മലയാളമാണ്. അതുകൊണ്ട് ആദ്യത്തെ ദിവസത്തെ ഒരു ടെൻഷൻ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകൂ. പലരും ടൈം ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ക്ലാസ്സുകളിലേക്ക് പോവുക. ഈശ്വര വിശ്വാസത്തോടെ, മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് SLC എഴുതുന്ന പേപ്പർ വാങ്ങുമ്പോൾ ആദ്യം കിട്ടുന്ന പേപ്പർ കഴിഞ്ഞ് പിന്നാലെ കിട്ടുന്ന പേപ്പറുകളാണ് അഡീഷണൽ ഷീറ്റ്സ്. അപ്പം നമ്മൾ ആദ്യം കിട്ടുന്ന പേപ്പറിലും പിന്നാലെ നമ്മൾ വാങ്ങുന്ന അഡീഷണൽ ഷീറ്റുകളിലും നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, നമ്മൾ എടുക്കുന്ന ഓരോ പേപ്പറിന്റെ മുകളിലും പേജ് നമ്പർ ഇട്ട് പോകാനും മറക്കരുത്. അതായത് ആദ്യം എഴുതാൻ നൽകുന്ന പേപ്പർ കഴിഞ്ഞ് പിന്നെ നമ്മൾ വാങ്ങുന്ന പേപ്പറാണ് അഡീഷണൽ ഷീറ്റ്. അതിനകത്ത് രജിസ്റ്റർ നമ്പർ എഴുതണം. പേജ് നമ്പർ ഇടാനും മറക്കാതെ പേജ് നമ്പർ ഇടണം. അതുപോലെ മറ്റുള്ള സബ്ജക്റ്റുകളിൽ മാപ്പ്, ഗ്രാഫ് ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് അഡീഷണൽ ഷീറ്റുകളാണ് അതൊക്കെ. അതിലെല്ലാം നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതാൻ ശ്രദ്ധിക്കുക. മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ നിങ്ങൾക്ക് അറിയാമല്ലോ. 1.5 മണിക്കൂറാണ് നമുക്ക് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ എഴുതാനുള്ള സമയം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ 15 മിനിറ്റിലാണ് നമുക്ക് എഴുതേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ചോദ്യങ്ങൾ വായിച്ചു നോക്കേണ്ടത്, 1 വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതെല്ലാം എപ്പോഴാണ് നടക്കേണ്ടത്? ആദ്യത്തെ ആ ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിലാണ്. 40 മാർക്കാണ്. ഇപ്പോൾ 1.5 മണിക്കൂർ ആകുമ്പോൾ എത്ര മിനിറ്റ് ആണ്? ഏതാണ്ട് 90 മിനിറ്റോളം സമയം നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ എഴുതാനായി ലഭിക്കും. അപ്പൊ 15 മിനിറ്റില് നമ്മൾ കൂൾ ഓഫ് ടൈമിൽ 1 വേർഡ് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് കണ്ടെത്തുന്നു. അതുപോലെ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു, ചെറുതായി മാർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മളതിന് ഏതാണെന്നുള്ളത് തീരുമാനിച്ചു വെക്കുന്നു. പിന്നെ ചിലപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട്, കേരള പാഠാവലി ആയതുകൊണ്ട് നമുക്ക് ഒരു കവിതയോ കഥയോ നമുക്ക് ആസ്വാദനത്തിന് തന്നിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് അതിന്റെ ആശയമൊക്കെ വായിച്ചു നോക്കാനുള്ള സമയമാണ്. ഈ 15 മിനിറ്റ് നിങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമെങ്കിൽ നല്ല മാർക്ക്, അതായത് സമയത്തിന് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതി പൂർത്തീകരിക്കാൻ കഴിയും. ഇനി നമുക്ക് ആ മാർക്കിന്റെ പാറ്റേണിലേക്കൊന്ന് പോകാം. കേരള പാഠാവലിയുടെ മാർക്ക് 40 മാർക്കാണ്. നമുക്ക് എക്സാം എഴുതേണ്ട സമയം 1.5 മണിക്കൂറാണ്. ഇത്രയാണ് നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ ആ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നത്. അടുത്ത് 1 മുതൽ 5 വരെ ചോദ്യങ്ങളുണ്ടാവും. അതിൽ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. 4 ചോദ്യങ്ങൾ 1 വേർഡ് ആണ്. 1 മിനിറ്റ് സമയം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? ഈ ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 4 ആൻസേഴ്സ് എഴുതണം. ഓരോ മിനിറ്റ് വീതം നമ്മൾ അതിന് എടുക്കുക. അടുത്ത് നമ്മൾ എഴുതേണ്ടത് നമുക്ക് 2 മാർക്ക് ചോദ്യങ്ങളാണ്. 2 മാർക്ക് ചോദ്യങ്ങൾ 2 എണ്ണം എഴുതേണ്ടി വരും. 2 എണ്ണത്തിന് 2 മിനിറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഒരു ചോദ്യത്തിന് 2 മിനിറ്റ്. അങ്ങനെ 4 മിനിറ്റ് സമയം നമുക്കിവിടെ എടുക്കണം. ഇവിടെയും ഒരു 4 മിനിറ്റ്. അത് കഴിഞ്ഞാൽ വരുന്നത് 4 മാർക്ക് ചോദ്യങ്ങളാണ്. 6 ചോദ്യങ്ങൾ ഉണ്ടാകും. 4 മിനിറ്റ് സമയം നമ്മൾ ഇതിനു വേണ്ടി എടുക്കുക. 4 മിനിറ്റ് സമയം. ഇപ്പൊ 24 മിനിറ്റ് നമുക്ക് ഈ 4 മാർക്ക് ചോദ്യങ്ങൾ എഴുതാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അടുത്ത് വരുന്നത് 2 6 മാർക്ക് ചോദ്യങ്ങളാണ്. 6 മാർക്ക് ചോദ്യങ്ങളാണ് വരുന്നത്. 6 മാർക്ക് 2 ചോദ്യങ്ങൾ ഉണ്ടാകും. ആ 2 ചോദ്യങ്ങൾക്ക് 20 മിനിറ്റ് സമയം എടുക്കുക. അങ്ങനെ 40 മിനിറ്റ് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 40ഉം 24 72 മിനിറ്റ് കൊണ്ട് നമുക്ക് പരീക്ഷ എഴുതി തീരാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ 18 മിനിറ്റോളം സമയം പിന്നീട് നമുക്ക് വീണ്ടും ഉണ്ടാകും. കാരണം 90 മിനിറ്റിലാണ് നമ്മുടെ പരീക്ഷ. 1.5 മണിക്കൂർ 90 മിനിറ്റ്. അപ്പോൾ ഏതാണ്ട് ഈ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 72 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് 1 മിനിറ്റ് തന്നെ മതി നമുക്ക് ഒരു ക്വസ്റ്റ്യന്റെ 1 വേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ. 2 മാർക്ക് ചോദ്യങ്ങൾക്ക് 2 മിനിറ്റ് മാത്രം എടുക്കുക. അപ്പൊ 2 മാർക്ക് ചോദ്യങ്ങൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 മാർക്കിന് 3 പോയിന്റ്സ് 2
ഓർ 3 പോയിന്റ്സ് മാത്രമാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. മാക്സിമം ഒരു 3 സെന്റൻസിൽ ഇതിന്റെ ആൻസർ ആയിട്ട് ഇൻട്രഡക്ഷൻ ഒന്നും വേണ്ട. 4 മാർക്ക് ചോദ്യത്തിന് അര പേജാണ്. അപ്പൊ അര പേജ് എന്നുള്ളത് എന്താവാൻ, ചിലപ്പോൾ നമ്മുടെ കൈയക്ഷരം അനുസരിച്ച് അതൊരു 3/4 പേജോളം ആകാം. ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം അതിന് ആൻസർ എഴുതുക. 6 മാർക്ക് ചോദ്യം ഒരു പുറം ആണ് എഴുതേണ്ടത്. നമ്മുടെ കൈയക്ഷരം അനുസരിച്ച് 1.5 പേജ് വരെ ആകാം. ഇത് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 6 മാർക്ക് നമുക്ക് പാരഗ്രാഫ് തിരിക്കണം. 3 അല്ലെങ്കിൽ മാക്സിമം 4 പാരഗ്രാഫ് വരെ എഴുതാം 6 മാർക്ക് ചോദ്യങ്ങൾക്ക്. എന്നാൽ 4 മാർക്ക് ചോദ്യങ്ങൾക്ക് 2 പാരഗ്രാഫ് മതി. ഒരു പാരഗ്രാഫിൽ എഴുതിയാലും മാർക്ക് ലഭിക്കും. അത് ഇൻട്രൊഡക്ഷൻ 1-2 വാക്യങ്ങളിൽ സൂചിപ്പിച്ചാൽ മതി. 6 മാർക്കിൽ 3-4 സെന്റൻസിൽ ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടതാണ്. 2 മാർക്ക് ചോദ്യങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല, 2-3 പോയിന്റ്സ് മാത്രം എഴുതുക. സമയം ലാഭിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എഴുതി ഇട്ടിരിക്കുന്നത്. അപ്പോൾ സമയം കിട്ടിയില്ല എന്നുള്ളത് നമ്മുടെ എഴുത്തിന്റെ രീതിയുടെ വരുന്ന മാറ്റമാണ്. അതുകൊണ്ട് എഴുതുന്നത് സമയക്രമീകരണം നടത്തിയാകാൻ ശ്രദ്ധിക്കുക. അപ്പൊ കറക്റ്റ് സമയത്തിന് നിങ്ങൾക്ക് എഴുതി തീർക്കാൻ സാധിക്കും. 6 മാർക്ക് ചോദ്യം ഇപ്പൊ എഡിറ്റോറിയൽ ആണ് ചോദിക്കുന്നതെങ്കിൽ തലക്കെട്ട് നൽകണം. ഉപന്യാസമാണെങ്കിലും തലക്കെട്ട് നൽകണം. ഇത് മറക്കരുത്. പിന്നെ പ്രസംഗം ആണെങ്കിൽ അതിന്റെ പ്രസംഗത്തിന്റെ ഫോർമാറ്റിൽ തന്നെ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. കേരള പാഠാവലി പരീക്ഷയുടെ സമയക്രമീകരണം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വളരെ ആത്മവിശ്വാസത്തോടുകൂടി ക്ലാസ് മുറികളിലേക്ക് പോവുക. നന്നായിട്ട് പരീക്ഷ എഴുതുക. നിങ്ങൾ ഈ ഒരു വർഷം പഠിച്ചത് മുഴുവനും ഓർത്തെടുക്കാനും എഴുതാനും ഉള്ള ഒരു അവസരമാണല്ലോ നമ്മുടെ വാർഷിക പരീക്ഷ. യാതൊരുവിധ ടെൻഷന്റെ ആവശ്യമില്ല. ഗുരു കാരണവന്മാരുടെയും ഈശ്വരന്റെയും അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. വളരെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ പരീക്ഷയ്ക്ക് പങ്കെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കും. A+ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്നാണ് ടീച്ചറിന്റെയും പ്രാർത്ഥന. നേരിട്ട് കാണുന്നില്ലെങ്കിലും വളരെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കാം. നന്നായി പരീക്ഷ എഴുതുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.